ഹായ് ഫ്രണ്ട്സ്, ദേ നമുക്ക് കുറച്ച് മൂവാണ്ടൻ മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ മീനിലൊക്കെ ഇടുന്ന പോലെയാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അധികം പുളിയില്ല. ദേ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇടാം. എരിവുള്ള മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ഒഴിച്ചാൽ മതിയേ. എന്നിട്ട് നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മി കൂട്ടിയെടുക്കണേ. ആ ഉപ്പും എരിവും ഒക്കെ ഒന്ന് പിടിക്കട്ടെ. നല്ലപോലെ തിരുമ്മിയെടുക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഒത്തിരി പാത്രത്തിലൊന്നും ആക്കണ്ടല്ലോ, ഈ ഒരു ചട്ടിയിൽ തന്നെ ഇടാം. അപ്പോൾ അതേ ഒരു സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഒരു പിടുത്തം ചുമന്നുള്ളിയാണ്, അതും പൊടി പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. സവാളയേക്കാളും കൂടുതൽ ചുമന്നുള്ളിയാണ് എടുത്തിരിക്കണേ. ഇനി ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞതാണ്. ഒരു 2-3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കണേ കാശ്മീരി മുളകാണ്. എരിവൊന്നുമില്ല. അപ്പോൾ നല്ലൊരു നിറവും കിട്ടുമേ. അതൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം എരിവുള്ള മുളക് പൊടിയാണ് മാങ്ങയിലിട്ടത്. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിക്ക് വേണ്ട മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി. സ്പൂണിനാണെങ്കിൽ 1 സ്പൂൺ ഇട്ടാൽ മതിയേ. ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്, കല്ലുപ്പാണ്. എന്നിട്ടിത് കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മിയെടുക്കണേ. നല്ലതുപോലെ ഉടച്ച് തിരുമ്മിയെടുക്കണം. അപ്പോൾ എരിവും വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ നല്ലതുപോലെ ഈ സവാളയിലേക്കും ഉള്ളിയിലേക്കും മിക്സ് ആവുമേ. ഇങ്ങനെ സവാളയിൽ നിന്ന് ഉള്ളിൽ നിന്ന് നീര് വരും, അതുപോലെ പിഴിഞ്ഞെടുക്കണം. നല്ല മയം കിട്ടും. അപ്പോൾ ഈ മാങ്ങ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഈ മാങ്ങ. ഒത്തിരി മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അമ്മ നട്ട മാവാണ്. അപ്പോൾ ഈ മാങ്ങ നമുക്ക് ഈ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരകി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ 2ാമത്തെ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഒത്തിരി വെള്ളമൊന്നും വേണ്ട, നല്ല കുറുകിയിരിക്കണം ഇത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കിയിട്ട് അടപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിവിടെ ഇരുന്ന് നല്ലപോലെ തിളക്കട്ടെ. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കുറച്ച് നേരമായി വെച്ചിട്ട്. അപ്പോൾ അതേ നല്ലതുപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട്. നല്ല കുറുകിയിരിക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ ചൊറുക്ക, അതും ഇല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ചാൽ മതിയേ. അപ്പോൾ ഈ മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് വേണേ ഇതിലേക്ക് പുളി ഇടാനായിട്ട്. ഒത്തിരി പുളി അങ്ങോട്ട് ആവണ്ട. അപ്പോൾ ഈ മാങ്ങക്കും മൂവാണ്ടൻ മാങ്ങ ആയതുകൊണ്ട് അധികം പുളിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചത്. അപ്പം നല്ല പുളിയും ഉപ്പും എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആദ്യത്തെ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അധികം വെള്ളം കൂട്ടാതെയാണ് പിഴിഞ്ഞിരിക്കണേ. ഇനി ഇതൊഴിച്ചിട്ട് അധികം തിളയൊന്നും വരണ്ട. നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയേ. ആ ചട്ടിയുടെ ചൂടും കൊണ്ട് തന്നെ ആയിക്കിട്ടും. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചും കൂടെ ഒഴിക്കണേ. ഇതിരിക്കുമ്പം നല്ലപോലെ കുറുകുവേ. ചൂടാറി കഴിയുമ്പോഴത്തേനും. അപ്പോൾ 2 ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിടുമ്പം കുറച്ച് കടുകിട്ടാൽ മതിയേ.
ഒത്തിരി കടുകും കൂടി ഇടണ്ട. അതൊരല്പം കടുക് ഇട്ടിട്ടുള്ളൂ. കടുക് നല്ലതുപോലെ പൊട്ടണേ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉള്ളി നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മൂക്കണേ ഉള്ളി. നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ഇനി ഞാൻ ഇതിലിടാൻ 2-3 വറ്റൽമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ വറ്റൽമുളക് അധികം മൂത്തൊന്നും പോകണ്ട. ഒന്ന് നിറം മാറി കിട്ടിയാൽ മതിയേ. ഇനി ഇത് നമ്മുടെ മാങ്ങാക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനെയൊരു അങ്കമാലിക്കാരുടെ മാങ്ങാക്കറിയാണെന്നാണ് പറയണേ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ആരും മറക്കരുതേ. നല്ല രുചിയാണ്. ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. അപ്പോൾ ഇത് ഒരല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഒരു നുള്ളു മുളക് പൊടിയും കൂടെ. അത് തീ ഓഫാക്കിയിട്ട് വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ ആരും മറക്കരുതേ. അപ്പോൾ ഈ ചൂടോട് കഴിക്കണതിനേക്കാളും നല്ലത് ഒന്ന് ആറിക്കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് നല്ലൊരു രുചി കിട്ടും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.